ഏവർക്കും നമസ്കാരം. ധർമാധർമ്മങ്ങളെക്കുറിച്ചുള്ള വിശിഷ്ടോപദേശങ്ങളും ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ ഇതിഹാസ കൃതികളിലൊന്നുമാണ് മഹാഭാരതം. അഖണ്ഡ ഭാരതദേശങ്ങൾ ഒന്നിച്ചണിനിരന്ന് നടമാടിയ കുരുക്ഷേത്ര യുദ്ധത്തിലൂടെ നാം ധാരാളം യുദ്ധവീരന്മാരെ പരിചയപ്പെട്ടു. അവരിൽ വളരെ പ്രധാനപ്പെട്ട ശക്തിയേറിയ യോദ്ധാക്കളെ അല്ലെങ്കിൽ യുദ്ധവീരന്മാരെ ഒന്ന് പരിചയപ്പെടാം. ഏവർക്കും ഏൻഷ്യന്റ് സ്റ്റോറീസ് എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. മഹാഭാരതത്തിൽ യോദ്ധാക്കളെ അവരുടെ കഴിവിനും സാമർഥ്യത്തിനും അനുസരിച്ച് പല പല പദവികൾ നൽകപ്പെട്ടിട്ടുള്ളത് കാണാൻ സാധിക്കും. രഥി, അധിരഥി, മഹാരഥി, അതിമഹാരഥി, മഹാമഹാരഥി എന്നിങ്ങനെ. രഥി എന്നാൽ ഒരേ സമയം 5000 പടയാളികളോട് എതിർക്കാൻ സാധിക്കുന്നവരെയാണ് രഥി എന്ന് വിശേഷിപ്പിക്കുന്നത്. അധിരഥി എന്നാൽ ഏകദേശം 12 രഥികളെ അഥവാ 60,000 പടയാളികളെ ഒരേ സമയം നേരിടാൻ സാധിക്കുന്നവരെയാണ് അധിരഥി എന്ന് വിശേഷിപ്പിക്കുന്നത്. മഹാരഥി എന്നാൽ 12 അതിരഥികളോട് അഥവാ ഒരേ സമയം 7,20,000 പടയാളികളോട് എതിർക്കാൻ സാധിക്കുന്നവരെ മഹാരഥികൾ എന്ന് വിശേഷിപ്പിക്കുന്നു. അതിമഹാരഥി എന്നാൽ 12 മഹാരഥികളോട് അഥവാ 86,40,000 പേരോട് എതിർക്കാൻ സാധിക്കുന്നവരെയായിരിക്കും അതിമഹാരഥി എന്ന് വിശേഷിപ്പിക്കുന്നത്. മഹാമഹാരഥി എന്നാൽ വളരെ ശക്തിയേറിയവരാണ്. മഹാദേവൻ, മഹാവിഷ്ണു, ആദിപരാശക്തി, ഗണപതി, ശ്രീമുരുകൻ തുടങ്ങിയവർ ഇതിൽ പ്രധാനികൾ. ഏകദേശം 24 അതിമഹാരഥികളോട് അഥവാ 20,03,60,000 പടയാളികളെ നേരിടാൻ സാധിക്കുന്നവരെയാണ് മഹാമഹാരഥികൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇപ്രകാരം യോദ്ധാക്കളെ തരംതിരിച്ചിരിക്കുന്നതിനാൽ ഓരോ യോദ്ധാവും അവരുടേതായ സാമർഥ്യങ്ങൾ ഓരോ യുദ്ധത്തിലും പ്രകടിപ്പിക്കാറുണ്ട്. അപ്രകാരം മേൽപ്പറഞ്ഞ പദവികൾക്കനുസൃതമായി മഹാഭാരതത്തിലെ ഏറ്റവും ശക്തരായവരിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒന്നാമതായി ശ്രീകൃഷ്ണൻ. വൈകുണ്ഠനാഥനും ഈ സർവപ്രപഞ്ചത്തിന്റെ പാലകനുമായ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ പൂർണ്ണാവതാരമാണ് ശ്രീകൃഷ്ണൻ. മഹാഭാരതത്തിലെ ഏറ്റവും ശക്തനായ പോരാളിയും ഏറ്റവും കൂടുതൽ ബുദ്ധിയിലൂടെ തൻ്റെ എതിരാളികളെ നേരിടുന്നവനുമാണ് അതിമഹാരഥിയായ ഭഗവാൻ ശ്രീകൃഷ്ണൻ. കുട്ടിക്കാലം മുതൽക്കേ പൂതന തുടങ്ങിയ രാക്ഷസന്മാരെയെല്ലാം അദ്ദേഹം കാലപുരിക്കയച്ചു. മല്ലയുദ്ധത്തിലും മറ്റ് ആയുധവിദ്യകളിലും അദ്ദേഹം കേമനായിരുന്നു. സുദർശന ചക്രമാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആയുധം. 108 അരങ്ങളോടുകൂടിയ ഈ ദിവ്യായുധത്തെ വെല്ലാൻ മറ്റൊരായുധത്തിനും സാധിക്കില്ല. അത്രത്തോളം ശക്തിയേറിയ ദിവ്യായുധമാണ് സുദർശന ചക്രം. മഹാഭാരത യുദ്ധത്തിൽ ആയുധമെടുക്കില്ല എന്ന പ്രതിജ്ഞയാൽ തൻ്റെ പോരാട്ട വീര്യത്തെ ഒതുക്കി നിർത്തിക്കൊണ്ട് പാണ്ഡവരുടെ വിജയത്തിൻ്റെ ശില്പിയായും എല്ലാത്തിൻ്റെയും സൂത്രധാരനുമായി ഭഗവാൻ ശ്രീകൃഷ്ണൻ നിലകൊണ്ടു. രണ്ടാമതായി ബലരാമൻ. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ശേഷനാഗമായ അനന്തൻ്റെ അവതാരമാണ് ബലരാമൻ. ശ്രീകൃഷ്ണൻ്റെ ജ്യേഷ്ഠനായിട്ടാണ് ഭൂമിയിൽ അവതാരം കൊണ്ടത്. മഹാഭാരതത്തിൽ ശ്രീകൃഷ്ണൻ കഴിഞ്ഞാൽ ഏറ്റവും ശക്തനായ പോരാളിയാണ് അതിമഹാരഥിയായ ബലരാമൻ. കലപ്പ, ഗദ തുടങ്ങിയവയാണ് ബലരാമൻ്റെ ആയുധങ്ങൾ. ഭീമനും ദുര്യോധനും ഗദായുധം അഭ്യസിച്ചത് ബലരാമനിലാണ്. അപ്രകാരമാണ് ഭീമനും ദുര്യോധനും ഗദായുദ്ധത്തിൽ ശ്രേഷ്ഠരായത്. കുരുക്ഷേത്ര യുദ്ധത്തിൽ ഒരു ചേരിയോടും ചേർന്ന് യുദ്ധം ചെയ്യാത്തതിനാൽ ബലരാമൻ്റെ യുദ്ധവീര്യത്തെപ്പറ്റി പലർക്കും അറിയില്ല എന്നതാണ് വാസ്തവം. അടുത്തതായി ഭീഷ്മർ. ശന്തനു മഹാരാജാവിൻ്റെയും ഗംഗാദേവിയുടെയും പുത്രനാണ് ഭീഷ്മർ അഥവാ ദേവവ്രതൻ. പിതാവിന് വേണ്ടി രാജ്യവും യുവരാജാവെന്ന പദവിയും ഉപേക്ഷിച്ച് മരണം വരെ ബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിക്കുമെന്ന് ഭീഷ്മശപഥം ചെയ്തതിനാലാണ് ഭീഷ്മർ എന്ന നാമം സിദ്ധിച്ചത്. പിതാവിൽ നിന്നും സ്വച്ഛന്ത മൃത്യു അഥവാ സ്വയം മരണം വരിക്കുമെന്ന് വരം സായത്തമാക്കി. അതിനാൽ അദ്ദേഹത്തെ വധിക്കണമെങ്കിൽ അതിന് അദ്ദേഹം തന്നെ വിചാരിക്കണം. കാശി രാജ്യത്തെ യോദ്ധാക്കളെ ഒറ്റയ്ക്ക് നിന്ന് യുദ്ധം ചെയ്ത് തോൽപ്പിച്ച മഹാരഥനാണ് ഭീഷ്മർ. തൻ്റെ ഗുരുവായ പരശുരാമനോട് പോലും എതിർത്ത് നിൽക്കാൻ തക്ക വീരനായിരുന്നു അദ്ദേഹം. കുരുക്ഷേത്ര യുദ്ധത്തിൽ ആയുധമെടുക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്ത കൃഷ്ണൻ പോലും ഭീഷ്മരുടെ പരാക്രമം കണ്ട് ആയുധമെടുക്കുന്നത് കാണാൻ സാധിക്കും. കുരുക്ഷേത്ര യുദ്ധത്തിന്റെ 10 നാൾ പോരാട്ടം കാഴ്ചവെച്ച ഭീഷ്മർ കൗരവസേനയുടെ നായകനായി ഓരോ ദിവസവും 10,000 രഥയോദ്ധാക്കൾ എന്ന കണക്കോടെ ആളുകളെ കൊന്നു തള്ളുകയായിരുന്നു. 300ഓളം അശ്വമേധങ്ങൾ ഭീഷ്മർ നടത്തിയിട്ടുണ്ട്. സ്ത്രീകളോട് യുദ്ധം ചെയ്യില്ല എന്നും അപ്രകാരം തന്നെ വധിച്ചോളാൻ പാണ്ഡവർക്ക് ഉപദേശിക്കുന്നതും ഭീഷ്മർ തന്നെ. അപ്രകാരം ശിഖണ്ഡിയെ മുൻനിർത്തിയാണ് ഭീഷ്മരെ അർജുനൻ ശരശയ്യയിലാക്കുന്നത്. അടുത്തതായി അർജുനൻ. മഹാരഥൻ അർജുനൻ ദ്രോണരുടെ പ്രിയ ശിഷ്യനും
ശ്രീകൃഷ്ണന്റെ അടുത്ത സുഹൃത്തുമായി സമൂഹത്തിൽ മറ്റുള്ളവരെക്കാട്ടിലും വളരെ ശ്രേഷ്ഠമായൊരു ജീവിതം നയിക്കാൻ സാധിച്ചവനുമാണ്. കാണ്ഡവ വനം ദഹിപ്പിച്ച് തൻ്റെ പിതാവായ ഇന്ദ്രനെ പോലും തോൽപ്പിച്ചവനായിരുന്നു അർജുനൻ. അഗ്നിദേവന്റെ പക്കൽ നിന്നും ഗാണ്ഡീവവും അമ്പൊടുങ്ങാത്ത ആവനാഴിയും 4 വെള്ളക്കുതിരകളെ കെട്ടിയ രഥവും അർജുനന് വരമായി ലഭിച്ചു. ഒരിക്കലും തോൽപ്പിക്കാൻ സാധിക്കാത്ത നിവാതകവചരെയും കാലവഞ്ചനെയും അർജുനൻ വധിക്കാൻ സാധിച്ചു. ഗന്ധർവരോടെതിരിട്ട് ദുര്യോധനെയും കൗരവ കൂട്ടാളികളെയും സംരക്ഷിക്കുന്നത് അർജുനനാണ്. യുധിഷ്ഠിരന്റെ അശ്വമേധയാഗത്തിൽ വടക്ക് ദേശം ഒറ്റയ്ക്ക് നിന്ന് കീഴ്പ്പെടുത്തി വിജയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഭഗദത്തൻ, ജയദ്രഥൻ, ശ്രുതയുദ്ധൻ, സുശർമാവ്, കർണൻ, ഭീഷ്മർ തുടങ്ങിയ കൗരവന്മാരെ അർജുനൻ വധിച്ചു. കുരുക്ഷേത്ര യുദ്ധത്തിന്റെ 14-ാം നാൾ കൗരവരുടെ 7 അക്ഷൗഹിണി സേനയെ അർജുനൻ ഇല്ലാതാക്കി. ഏകദേശം 40-ൽ കൂടുതൽ ദിവ്യാസ്ത്രങ്ങൾ അർജുനന് വശമായിരുന്നു. മഹാദേവനിൽ നിന്നും പാശുപതവും അദ്ദേഹം കരസ്ഥമാക്കി. എന്നിട്ടും പാശുപതം അദ്ദേഹം ഉപയോഗിക്കുന്നില്ല. വളരെ ശ്രേഷ്ഠനായൊരു വില്ലാളി വീരൻ തന്നെയാണ് അർജുനൻ എന്നത്. കാരണം മഹാപാശുപതം എന്നു പറയുന്ന അസ്ത്രം കിട്ടിയിട്ടും അതൊരിക്കൽ പോലും അദ്ദേഹം ഉപയോഗിക്കുന്നില്ല എന്നതിലൂടെ വ്യാസൻ പോലും അദ്ദേഹത്തെ ശ്രേഷ്ഠനായി അംഗീകരിക്കുന്നു എന്നതാണ് അർജുനൻ നമ്മളിലേക്ക് പകർന്നു തരുന്ന ധർമ്മബോധം. അടുത്തതായി കർണൻ. കൗരവപക്ഷത്ത് നിലകൊണ്ടെങ്കിലും ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച മഹാരഥനാണ് സൂര്യപുത്രൻ കർണൻ. കുന്തിക്ക് സൂര്യദേവനിൽ നിന്നും വരപ്രസാദമായി ജനിച്ച കർണന് ജനനം മുതൽക്കേ കവചകുണ്ടലങ്ങൾ വരമായി ലഭിച്ചിരുന്നു. ജീവിത സാഹചര്യങ്ങൾ അദ്ദേഹത്തിന് ധാരാളം ദുഃഖങ്ങൾ സമ്മാനിച്ചു. കുന്തി ജന്മം നൽകിയെങ്കിലും അതിരഥൻ എന്ന തേരാളിയാണ് അദ്ദേഹത്തെ രക്ഷിക്കുന്നത്. പിന്നീട് അവരുടെ വളർത്തുപുത്രനായി ജീവിച്ചു. സുഷേണൻ, രാധേയൻ, കർണൻ എന്നീ നാമങ്ങളിൽ നാം അദ്ദേഹത്തെ അറിയപ്പെടുന്നു. ഭീഷ്മരുടെ ഗുരുവായ പരശുരാമനാണ് കർണന്റെയും ഗുരു. അജയ്യമായ വിജയം എന്ന ധനുസ്സ് ഗുരുവിൽ നിന്നും കരസ്ഥമാക്കി. എങ്കിലും അത് കുരുക്ഷേത്ര യുദ്ധത്തിന്റെ അവസാന നാളിലാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. ബാക്കിയുള്ള സമയത്തിലെല്ലാം സാദാ വില്ലുപയോഗിച്ചാണ് അദ്ദേഹം മറ്റുള്ളവരോട് പോരാടിയിരുന്നത്. ജരാസന്ധനെ ഒരിക്കൽ ദ്വന്ദ്വയുദ്ധത്തിൽ അദ്ദേഹം തോൽപ്പിക്കുന്നുണ്ട്. അതിലൂടെ തന്നെ ധനുർവിദ്യയിൽ മാത്രമല്ല ദ്വന്ദ്വയുദ്ധത്തിലും കേമനാണെന്ന് അദ്ദേഹം കാട്ടിത്തരുന്നു. വാസവി ശക്തി എന്ന വേൽ കവചകുണ്ടലങ്ങൾക്ക് പകരമായി കരസ്ഥമാക്കി. അർജുനനായി കാത്തുവച്ച ആ വേൽ കുരുക്ഷേത്ര യുദ്ധത്തിന്റെ 14-ാം ദിവസം ഭീമപുത്രൻ കടോൽക്കജനെ വധിക്കാൻ ഉപയോഗിച്ചു. അമ്മയ്ക്കെന്നും 5 മക്കളുണ്ടാകുമെന്ന് കുന്തിക്ക് വാക്ക് നൽകിയതുകൊണ്ട് മാത്രം യുധിഷ്ഠിരൻ, ഭീമൻ, നകുലൻ, സഹദേവൻ എന്നിവരെ വധിക്കാമായിരുന്ന സാഹചര്യങ്ങൾ കിട്ടിയിട്ടും അദ്ദേഹം അത് ചെയ്യുന്നില്ല. ഭീഷ്മർക്കോ ദ്രോണർക്കോ പിടിച്ചുകെട്ടാൻ സാധിക്കാത്ത യുധിഷ്ഠിരനെ ബന്ദിയാക്കാൻ കർണനെ കൊണ്ട് സാധിച്ചു. കുരുക്ഷേത്ര യുദ്ധത്തിന്റെ 16, 17-ാം ദിവസങ്ങളിൽ കൗരവപക്ഷത്തിന്റെ നായകനായി നിന്നുകൊണ്ട് പാണ്ഡവരുടെ 1.5 അക്ഷൗഹിണി സേനയെ ഇല്ലാതാക്കാൻ അദ്ദേഹത്തെ കൊണ്ട് സാധിച്ചു. 17-ാം നാൾ പാണ്ഡവപ്പടയെ മുച്ചൂട് മുടിച്ച ഭാർഗവാസ്ത്രവും ഗുരുവായ പരശുരാമനിൽ നിന്നും കരസ്ഥമാക്കിയതാണ്. യുദ്ധത്തിൽ പലതവണ ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ച് പാണ്ഡവപ്പടയെ ഉന്മൂലനം ചെയ്യുന്നതും നമുക്ക് കാണാൻ സാധിക്കും. ഇത്രത്തോളം ശക്തനായ ഒരു മഹാരഥൻ തന്നെയായിരുന്നു കർണൻ എന്നത്. അടുത്തതായി ദ്രോണർ. കൗരവ പാണ്ഡവ ഗുരുവും സർവാസ്ത്രങ്ങളെ പറ്റിയുള്ള ജ്ഞാനിയുമായിരുന്നു മഹാരഥൻ ദ്രോണർ. വ്യൂഹനിർമ്മാണത്തിൽ അതികേമനായിരുന്നു ദ്രോണർ. പത്മവ്യൂഹം ചമച്ച് യുധിഷ്ഠിരനെ വധിക്കാൻ ശ്രമിച്ചെങ്കിലും ആ വ്യൂഹത്തിൽ അഭിമന്യു പെട്ടുപോവുകയാണ് ഉണ്ടായത്. കുരുക്ഷേത്ര യുദ്ധത്തിൽ രാത്രിയും പകലും യുദ്ധം ചെയ്യാൻ അദ്ദേഹത്തെ കൊണ്ട് സാധിച്ചു. യുദ്ധത്തിന്റെ 15-ാം നാൾ ദ്രോണരുടെ യുദ്ധവീര്യമാണ് കാണാൻ സാധിച്ചത്. ഒറ്റ ശരത്താൽ ദ്രുപദനെയും വിരാടനെയും കാലപുരിക്ക് അദ്ദേഹം അയച്ചു. പാണ്ഡവപക്ഷത്തുള്ള പാഞ്ചാല സൈന്യത്തെ മുഴുവനായും ദ്രോണർക്ക് ഇല്ലാതാക്കാൻ സാധിച്ചു. പാണ്ഡവരുടെ 2 അക്ഷൗഹിണികളെ ദ്രോണർ തകർത്ത് നാമാവിശേഷമാക്കി. അപ്രകാരം അജയ്യനായി പോരാടുന്ന ദ്രോണരെ ഒരു ചതിപ്രയോഗത്തിലൂടെയാണ് പാണ്ഡവപക്ഷത്തുള്ള ധൃഷ്ടദ്യുമ്നൻ വധിച്ചത്. ഐന്ദ്രവും ബ്രഹ്മാസ്ത്രവുമാണ് കൂടുതലായി ദ്രോണർ യുദ്ധത്തിൽ ഉപയോഗിച്ചത്. അടുത്തതായി ഭീമസേനൻ. ചിലപ്പോൾ മഹാഭാരതത്തിൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് കൂടുതലുള്ളത് ഭീമസേനനാന്ന് പറയാം. കാരണം നമുക്കറിയാം, പലപ്പോഴും നമ്മൾ മഹാഭാരതം എടുത്താൽ അതിൽ അർജുനൻ വേഴ്സസ് കർണനായിരിക്കും കൂടുതലായിട്ടും ആളുകൾ ചർച്ച ചെയ്യുന്നത്. പക്ഷേ കൗരവരെ ഒന്നടങ്കം മുച്ചൂട് മുടിച്ച ഒരേ ഒരു മഹാരഥൻ മാത്രമേ ഉള്ളൂ, അത് ഭീമസേനനായിട്ട്. കാരണം ഭീമസേനൻ്റെ ശക്തിയും കായിക ബലവും അത്രത്തോളം ഉണ്ടായിരുന്നു. അപ്പോൾ ഭീമസേനനെ കുറിച്ചൊന്ന് നോക്കാം.
പഞ്ചപാണ്ഡവരിൽ ഏറ്റവും ശക്തനായ മഹാരഥിയാണ് ഭീമസേനൻ. കായിക ബലം കൊണ്ട് മറ്റെല്ലാ യോദ്ധാക്കളെയും പിന്നിലാക്കാൻ അദ്ദേഹത്തെ കൊണ്ട് സാധിച്ചു. ഗദായുദ്ധത്തിലും ദ്വന്ദ്വയുദ്ധത്തിലും മാത്രമല്ല, മികച്ചൊരു വില്ലാളി വീരനുമായിരുന്നു ഭീമസേനൻ. 10,000 ആനകളുടെ കരുത്തായിരുന്നു ഭീമസേനനുണ്ടായിരുന്നത്. ബലരാമൻ കഴിഞ്ഞാൽ ഭീമനായിരുന്നു ഗദായുദ്ധത്തിൽ കേമൻ. പഞ്ചപാണ്ഡവരിൽ ദ്രൗപദിയോട് അതിയായ സ്നേഹം പ്രകടിപ്പിച്ചതും ഭീമൻ തന്നെ. പാഞ്ചാലിക്ക് വേണ്ടി വിരാടന്റെ സേനാധിപതിയായിരുന്ന കീചകനെ പോലും വധിച്ചത് അദ്ദേഹമായിരുന്നു. ദ്രൗപദിക്കായി ദുശാസനന്റെ മാറു പിളർന്ന് അതിലെ രക്തം പാഞ്ചാലിക്ക് സമർപ്പിച്ചതും ഭീമനായിരുന്നു. യുധിഷ്ഠിരന്റെ അശ്വമേധത്തിൽ കിഴക്ക് ദിശയെ ലക്ഷ്യമാക്കി നീങ്ങിയ ഭീമൻ ആ ദിശയിലെ മുഴുവൻ യോദ്ധാക്കളെയും പരാജിതരാക്കി മുന്നേറി. അതിശക്തനായിരുന്ന ജരാസന്ധനെ പോലും ദ്വന്ദ്വയുദ്ധത്തിൽ പരാജിതനാക്കി വധിച്ചതും ഭീമൻ തന്നെ. ഏവരെയും ഭയപ്പെടുത്തിയിരുന്ന രാക്ഷസന്മാരായ ജടാസുരൻ, കിർമീരൻ, ഭഗൻ, മണിമാൻ, ഹിഡുംബൻ തുടങ്ങിയവരെ വധിക്കാൻ ഭീമനു മാത്രമായിരുന്നു സാധിച്ചത്. ഭീഷ്മർ, കർണൻ, ദുര്യോധനൻ, കൃതവർമാവ്, ശല്യർ തുടങ്ങിയവരെ ഭീമൻ പരാജിതരാക്കിയിരുന്നു. ധൃതരാഷ്ട്രരുടെ 100 പുത്രന്മാരെയും കാലപുരിക്ക് അയച്ചതും ഭീമൻ തന്നെ. കുരുക്ഷേത്ര യുദ്ധത്തിന്റെ അവസാനം കൗരവ നായകനായ ദുര്യോധനന്റെ തുടയ്ക്കാഞ്ഞടിച്ചുകൊണ്ട് അദ്ദേഹത്തെ ജീവശവമാക്കി യുദ്ധഭൂമിയിൽ വീഴ്ത്താനും ഭീമന് കഴിഞ്ഞു. ത്രിഗോദരം എന്നു പേരായ ഗദയായിരുന്നു ഭീമന്റെ ആയുധം. കൂടാതെ വായുദേവൻ നൽകിയ ദിവ്യം എന്ന ധനുസ്സാണ് മറ്റൊരായുധം. ഇപ്രകാരം നീളുന്ന ധാരാളം യോദ്ധാക്കൾ ഇനിയും മഹാഭാരതത്തിലുണ്ട്. മേൽപ്പറഞ്ഞ യോദ്ധാക്കളെല്ലാം ഒന്നിനൊന്നിന് മികച്ചു നിൽക്കുന്നതിന് കാരണം അവരുടെ കഴിവും സാമർഥ്യവും അത്രത്തോളം ശ്രേഷ്ഠമായതുകൊണ്ടാണ്. ഇനിയും ഇതുപോലുള്ള വീരയോദ്ധാക്കളെക്കുറിച്ച് അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കിഷ്ടപ്പെട്ട യുദ്ധവീരന്മാരെ പറ്റിയും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.